നമ്മളിന്ന് മത്തങ്ങ പായസമാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇത് മത്തങ്ങ പ്രഥമൻ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് സ്വാദുള്ള പായസമാണ്. മത്തങ്ങ നല്ല മൂത്ത് വിളഞ്ഞ മത്തങ്ങ എടുക്കണം. ചള്ള് മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കിയ സ്വാദ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1/2 കിലോ മത്തങ്ങയാണ് എടുത്തത് കേട്ടോ. അത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുക. ആദ്യം ഇതൊന്ന് വേവിച്ച് വെക്കണ്ടേ. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് 2 വിസിൽ വരുമ്പോൾ കേട്ടോ, സിമ്മിലൊന്നും ഇടണ്ട, 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ടാവും. പിന്നെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതും ഉരുക്കി വയ്ക്കുക. അപ്പോൾ അതേ നമ്മുടെ മത്തങ്ങ വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി അത് പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വേഗം ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. ഇനി അതിലേക്ക് നമ്മുടെ ഉരുക്കി വെച്ച ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് പാകത്തിലുള്ള മധുരമാണ് കേട്ടോ, ഭയങ്കര കൂടുതൽ മധുരമൊന്നുമില്ല. ഇനി കുറയ്ക്കണം തോന്നുകയാണെങ്കിൽ കുറച്ച് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇടാം. ഇതിപ്പോൾ ഈ അളവിലേക്ക് പാകത്തിനാണ് ഈ മധുരം. ഒരു 200 ഗ്രാം ശർക്കര ഉണ്ടാവും. ഇനി ഇത് ശർക്കര പാനിയിൽ കിടന്ന് ഈ മത്തങ്ങ നന്നായിട്ട് വരട്ടിയെടുക്കാം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ഭയങ്കരമായിട്ട് തീ കൂട്ടി വയ്ക്കണ്ട. ചെറിയ ബർണറാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. വലിയ ബർണറാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടാ. നന്നായിട്ട് വറ്റി തുടങ്ങി. നമ്മൾ നന്നായിട്ട് ഇത് വെള്ളം വറ്റിച്ചെടുക്കണം, അപ്പോഴാണ് ഈ പായസത്തിൻ്റെ സ്വാദം ഉണ്ടാവുക. ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത് കേട്ടോ. ഈ നെയ്യിട്ടിട്ട് ഈ നെയ്യിലും കൂടെ ഇതൊന്നും കൂടെ വരട്ടിയെടുക്കാം. നെയ്യും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ആ പായസത്തിൻ്റെ മണം ഇങ്ങനെ വരിക. നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം. വെറുതെ വേവിച്ച് അതിൽ പഞ്ചസാരയും നാളികേരപ്പാലും ഒഴിച്ചാൽ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ഇനി നെയ്യിൽ കിടന്ന് ഒന്നും കൂടെ ഇത് വരട്ടിയെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കിട്ടണം കേട്ടോ. വെള്ളമൊക്കെ വറ്റി. അപ്പോൾ നമ്മൾ 2 പാലാണ് ഇട്ടത്. 3 കപ്പ് 2 പാൽ. ഇപ്പോൾ 2 നാളികേരമാണ് എടുത്തത്. അതിൽ നമ്മൾ 1 കപ്പ് 1 പാൽ എടുത്തു വെച്ചു. പിന്നെ 3 കപ്പ് 2 പാൽ. ആ 2 പാലാണ് നമ്മളിപ്പോൾ ചേർത്തത്. ഇപ്പോൾ പായസം നാളികേര ചെരുകിയിട്ടല്ല പാലെടുക്കണേ. കടയിൽ നിന്ന് വാങ്ങിക്കണ കോക്കനട്ട് ക്രീമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ പൗഡർ, അതൊക്കെയാണെങ്കിൽ ആദ്യം ഒരു കട്ടിയുള്ള പാൽ 1 കപ്പ് എടുത്ത് വയ്ക്കുക. പിന്നെ കട്ടി കുറഞ്ഞ പാൽ 3 കപ്പ് ഒഴിക്കുക. അങ്ങനെ ആ 3 കപ്പ് പാലൊഴിച്ചിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. കുറച്ച് സമയം, ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ഇങ്ങനെ ഒന്ന് വറ്റി വരാൻ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വറ്റി വരുമ്പോൾ, 2 പാൽ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ 1 കപ്പ് 1 പാലാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടാ. ആ 2 പാൽ ഒഴിച്ചിട്ട് അതൊന്ന് വറ്റി വരുന്ന സമയമുള്ളൂ. ചിലപ്പോൾ 2 പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളം വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള അത്ര തിക്നെസ്സിൽ പായസം എടുക്കുക. എത്ര ലൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുക. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് ചേർക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ അടിപൊളി പായസം പ്രഥമൻ തന്നെ കേട്ടോ. ഇത് മത്തങ്ങയൊക്കെ വീട്ടിൽ കുറേ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല പായസമാണ്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടുന്നതിന് മുൻപ് കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ വറക്കണ്ട കേട്ടോ. ഒന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ടൊന്ന് വറുത്താൽ മതി. അതായത് കുറേ പൊടിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതേ നമ്മുടെ പായസം റെഡിയായി. ഇതുപോലെ മത്തങ്ങ പായസം ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമ്മൾ ചാനൽ തുടങ്ങിയ അവസരത്തിലൊരു മത്തങ്ങ പായസം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അന്നത്തെ വീഡിയോ അത്ര നല്ല ക്ലാരിറ്റി ഇല്ല. പിന്നെ അന്നൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും അത്ര അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് വീണ്ടും പായസം ഉണ്ടാക്കിയപ്പോൾ അത് വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ മത്തങ്ങ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.